നമസ്കാരം. ഇന്ന് ഞാൻ കുറച്ച് വെള്ളിപ്പയർ നടലാണ്. മിഞ്ഞാന്നൊരു 10-11 മണിയാരം വെള്ളത്തിലിട്ടതാണ്. മുളച്ച് ഇത്രയും നീളം വെച്ചു. കുതിർക്കാതെയും നടാം. ഇതെല്ലാം ഞാൻ കുതിർക്കാണ്ട് നട്ടതാണ്. മുളപ്പിച്ചാലുണ്ടല്ലോ ഒരു 2 ദിവസം ഇന്നലെയും വെള്ളം കോരണ്ട, അത് ലാഭം കിട്ടും. ഇത്രയും മുളച്ചില്ലേ. മുളക്കാണ്ട് നടന്നെയാണ് വെള്ളം ഒഴിക്കാൻ. ആദ്യത്തെ പ്രാവശ്യം വെള്ളം ഒഴിക്കാനുള്ള എളുപ്പം. ഇതിപ്പം മേലെ നട്ടിട്ട് വെള്ളം നല്ല താഴ്ത്തി ഒഴിച്ച് കൊടുക്കണം. ഇവിടെ മുമ്പേ വൃത്തിയാക്കി വെച്ച 2 അണി ഒഴിവുണ്ട്, ഒന്നും നടാണ്ട്. അവിടെയാണ് ഞാൻ നടുന്നത്. കുറച്ച് പൊടി വെള്ളം ഇട്ടിന്, കുറച്ച് വെണ്ണീർ മാത്രം. അതിനെ ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഇളക്കി നല്ല ഇങ്ങനെ തികച്ചു മണ്ണും കൊണ്ടുവിട്ടായതുകൊണ്ട് നന്നായിട്ട് അധികം ഇളക്കണമെന്നൊന്നുമില്ല. എല്ലാം ഇളകിയ മണ്ണാണ്. ഈ അണി അതേപോലെ ഇനി ഒന്ന് കൈ കൊണ്ട് ലെവൽ ചെയ്ത് വെക്കാം. ഇതുപോലെ അങ്ങോട്ട് പെട്ടെന്നാക്കാം. ചീരയെല്ലാം നടുന്ന പോലെ കല്ലൊന്നും മാറ്റേണ്ട പണിയില്ല. വലിയ കല്ല് മാത്രം നീക്കി കളഞ്ഞാൽ മതി. കുറച്ച് വിട്ടിട്ട് ഒന്ന് ഇടുകയാണെങ്കിൽ ഒന്ന് വിടാം. അങ്ങനെയെല്ലാം ചെയ്യാം. ഞാനൊരു ഇത്രയും അകലത്തിലാണ് ഇവിടെ ഒന്ന് നട്ടാൽ ഒന്ന് വിടാം. അങ്ങനെയാണ് നടുന്നത്. മുളച്ച തൈ ഇതുപോലെ വെച്ച് കൊടുത്തു. കുറച്ച് നല്ലോണം മൂടണം. പയറിൻ്റെ അത്ര തന്നെ ഉയരത്തിൽ മണ്ണ് മേലെ വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ പരിപ്പ് പുറത്തായിട്ട് പക്ഷികളെല്ലാം കൊത്തി തിന്നും. നല്ല ടേസ്റ്റുള്ളതായിരിക്കും പയറിൻ്റെ വിത്ത്. പുറത്ത് കാണാനേ പാടില്ല. എല്ലാം ഇതുപോലെ നട്ട് കൊടുക്കുക. എല്ലാ പയറും നട്ട് കഴിഞ്ഞു. നടാനും എളുപ്പം മുളപ്പിക്കാണ്ട് തന്നെയാണ് കേട്ടോ. ഇത്രയും വലിയ മുള വന്നാൽ നടാനും ഒരു സുഖമില്ല. ഞാൻ വൈകുന്നേരം സാധാരണ നടാൻ വിചാരിച്ചെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ മുള എന്നും നീളം വെച്ച് നടാൻ കൊള്ളൂല. അപ്പം നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നാളെ രാവിലെ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉണ്ടല്ലോ പയർ വല്ല കാരണവശാലും മുകളിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. പക്ഷേ അത് നന്നായിട്ടൊന്ന് മൂടിക്കൊടുക്കണം. പുറത്തോട്ട് വന്നാൽ ഈ ചൂടിന് അത് പൊടിക്കുകയില്ല, പക്ഷികൾ കൊത്തി തിന്നുകയോ ചെയ്യുക. ഇനി ഉണ്ടെങ്കിൽ ഉണങ്ങിയ ഇലയൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. വലുതായിട്ട് ഇട്ട് കൊടുക്കരുത്. മുള വരുന്ന സ്ഥലത്തായാൽ അങ്ങ് വളഞ്ഞു പോകും. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇതിൽ ഉള്ളതുകൊണ്ട് കുറേശ്ശെ ഇത്രയേ പണിയുള്ളൂ. പയർ നടിയിൽ ഇവിടെ പൂർത്തിയായി. വെള്ളമെല്ലാം ഒഴിച്ച് ആരും എന്ത് പറ്റാതാക്കുണ്ടല്ലോ. ചെറുതായിട്ട് വെള്ളമെല്ലാം ഒഴിച്ചാൽ ഇങ്ങനെ കൈക്കോട്ട് കൊണ്ട് നീക്കിയിട്ടോ എന്തിനുകൊണ്ട് കത്തിയാളുകൊണ്ട് കുത്തിയിട്ടെല്ലാം വൃത്തിക്ക് നടാൻ പറ്റും. അധ്വാനമൊന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിക്കണമെന്നേ ഉള്ളൂ. പയർ നടുന്നവരെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾ നടലെന്നാൽ ഒന്ന് അറിയിക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.